नमस्ते बच्चों, आज हम 5वीं कक्षा के तीसरा इकाई पढ़ने वाले हैं। तीसरा इकाई में चौथा अध्याय आज हम पढ़ने वाले हैं। अध्याय का नाम है मनोज का नाव। इससे पहले उसमें एक प्रश्न हमको दिया है। देखिए, परिचित शब्दों पर गोला लगाए और लिखे। मनोज का नाव, इस कहानी में आपको പരിചിത ശബ്ദ पर ഗോല लगाना है. നിങ്ങൾക്കറിയാവുന്ന വാക്കുകളിലേക്ക് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം അത് നിങ്ങളുടെ നോട്ട്സിൽ എഴുതി വെക്കുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. മനോജ് കി നാവ്, മനോജിന്റെ വള്ളം. मनोज 11 साल का लड़का है. घर में पिताजी, माताजी और दादी. गांव में नदी के पास एक छोटा घर. घर के पीछे पहाड़. वहाँ के जंगल में हाथी, भालू, लोमड़ी, हिरण आदि जानवर. घर के सामने पीपल, कटहल आदि के पेड़. इसमें कहा है कि മനോജ് 11 साल का लड़का है. മനോജ് 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. ലഡ്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്, ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. घर में पिताजी, माताजी और दादी है. മനോജിന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ മുത്തശ്ശിയുണ്ട്. गांव में नदी के पास एक छोटा घर. ഗ്രാമത്തിൽ നദിയുടെ അടുത്തായിട്ട് ഒരു ചെറിയ വീട്. छोटा घर. घर के पीछे पहाड़. വീടിന്റെ പുറകിലായിട്ട് കുന്നുകൾ. वहाँ के जंगल में हाथी, भालू, लोमड़ी, हिरण आदि जानवर. ആ കാട്ടിൽ, അവിടുത്തെ കാട്ടിൽ ഹാത്തി, ആന, ഭാലു, കരടി, ലോമടി, കുറുക്കൻ, ഹിരൺ, മാൻ. ഹാത്തി, ഭാലു, ലോമടി, ഹിരൺ ആദി जानवर. അവിടുത്തെ കാട്ടിൽ ആന, കരടി, കുറുക്കൻ, മാൻ മുതലായ മൃഗങ്ങളും ഉണ്ട്. घर के सामने पीपल, कटहल आदि के पेड़. വീടിന്റെ മുൻവശത്ത് പീപ്പിൾ, കട്ഹൽ, അരയാൽ വൃക്ഷവും പ്ലാവിന്റെ മരവും ആ വീടിന്റെ മുൻവശത്തായിട്ട് ഉണ്ട്. ഒന്നുകൂടി നോക്കാം. മനോജ് 11 साल का लड़का है. घर में पिताजी, माताजी और दादी है. गांव में नदी के पास एक छोटा घर. घर के पीछे पहाड़. वहाँ के जंगल में हाथी, भालू, लोमड़ी, हिरण आदि जानवर. घर के सामने पीपल, कटहल आदि के पेड़. उस चित्र में देख लीजिए, मनोज सपना देख रहा है. क्या सपना है? उस चित्र में मनोज नाव चलाते हैं, है ना. तो मनोज नाव चलाने का सपना देख रहा है. देखिए, नाव चलाना उसका सपना था, लेकिन माँ बाप अनुमति नहीं देते थे. एक दिन मनोज घर में अकेला था. नाव चलाने का एक अच्छा अवसर मिल गया. ഇവിടെ മനോജിന്റെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാവ് ചലാന ഉസ്ക സപ്നാത. വള്ളം തുഴയുക എന്നത് മനോജിന്റെ സ്വപ്നമായിരുന്നു. लेकिन माँ बाप अनुमति नहीं देते थे.
പക്ഷേ അച്ഛനമ്മമാർ ഇതിനെ സമ്മതിച്ചിരുന്നില്ല. एक दिन मनोज घर में अकेला था. ഒരു ദിവസം മനോജ് വീട്ടിൽ ഒറ്റക്കായിരുന്നു, തനിച്ചായിരുന്നു. नाव चलाने का एक अच्छा अवसर मिल गया. വള്ളം തുഴയാനുള്ള ഒരു നല്ല അവസരം കിട്ടിയിരുന്നു. നെക്സ്റ്റ് चित्र में देखिए मनोज नाव चलाते हैं. देखिए वह नाव चलाने लगा. वाह कितना मज़ा है. अचानक आकाश में बादल छा गए. सूरज गायब. पानी बरसने लगा. ഇവിടെ പറയുന്നുണ്ട് വഹ് നാവ് ചലാനേ ലഗ. മനോജ് അവന് വള്ളം തുഴയാൻ തുടങ്ങുകയാണ്. ഹാ കിത്ന മസാ ഹെ, എന്തു രസമാണ് എന്ന് മനോജ് ആ വള്ളം തുഴയുമ്പോൾ പറയുന്നുണ്ട്. അച്ചാനക്ക് ആകാശമേ ബാദൽ ചാകയെ, പെട്ടെന്ന് തന്നെ ആകാശത്ത് മേഘങ്ങൾ വ്യാപിച്ചു. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘങ്ങളെയാണ് പറയുന്നത്. സൂരജ് ഗായബ്, സൂര്യൻ മറഞ്ഞുപോയി. ഗായബ് ഹോന എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോവുക. പാനി ബരസ്നെ ലഗ, മഴ പെയ്യാൻ തുടങ്ങി. अगला चित्र देख लीजिए. उसमें मनोज नदी पर डूब रहा है ना. तो देखिए हम बचाओ बचाओ वह रोने लगा. नाव नदी के बीच में एक पत्थर से टकराकर नाव टूट गई. मनोज को चोट लगी. नाव पानी में डूब गई. ഇവിടെ എന്താണ് പറ്റിയത്? മനോജ് ആ നദിയിൽ ബച്ചാവോ ബച്ചാവോ വഹ് റോനെ ലഗ. മനോജ് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് അവന് കരയാൻ തുടങ്ങുകയാണ്. നാവ് നദിക്ക് ബീച്ച് മേ, വള്ളം നദിയുടെ നടുവിലെത്തിയിരുന്നു. വള്ളം തുഴഞ്ഞുകൊണ്ട് ഈ മനോജ് നദിയുടെ നടുവിലെത്തിയപ്പോൾ എന്തായി? ആ വള്ളം മറിഞ്ഞു. एक पत्थर से टकराकर नाव टूट गई. ഒരു കല്ലിൽ തട്ടി വള്ളം തെന്നി തകർന്നുപോയി. മനോജ് को चोट लगी. മനോജിന് പരിക്ക് പറ്റി. ചോട്ട് ലഗ്ന പരിക്ക് പറ്റുക. नाव पानी में डूब गई. വള്ളം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഡൂബ് ജാന എന്ന് പറഞ്ഞാൽ മുങ്ങി പോവുക. उस चित्र में मनोज और उसका माताजी पिताजी है. उस चित्र में मनोज है और उसकी माताजी पिताजी है और बहुत सारे लोग भी उस चित्र में है. तो हम देखेंगे मनोज को क्या हुआ था. चिल्लाहट सुनकर कई लोग आए. मनोज पूरी ताकत के साथ तैरने लगा. किनारे पहुंचते ही थक गया. उसको देखकर माँ बाप खुश हुए. घर की ओर चलते चलते उसको माँ बाप की बातें याद आई. चिल्लाहट सुनकर कई लोग आए. നിലവിളി കേട്ടിട്ട് കുറെ ആളുകൾ അവിടെ ഓടിക്കൊണ്ട് വന്നു. മനോജ് പൂരി താക്കത്ത് കെ സാത്ത് തൈർനെ ലഗ. മനോജ് സർവശക്തിയോടെ നീന്താൻ തുടങ്ങി. മനോജ് ഈ നദിയിൽ വീണിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവന് തൻ്റെ എല്ലാ സർവശക്തവുമായിട്ട് ഈ വെള്ളത്തിൽ നീന്താൻ തുടങ്ങി. തേർന്ന എന്ന് പറഞ്ഞാൽ നീന്തുക. കിനാരെ പहुंचते ही
गया. കരയിലെത്തിയപ്പോൾ തളർന്നുപോയി മനോജ്. उसको देखकर माँ बाप खुश हुए. അവനെ കണ്ടിട്ട് മാതാപിതാക്കൾ സന്തോഷിച്ചു. घर की ओर चलते चलते उसको माँ बाप की बातें याद आई. വീട്ടിലേക്ക് നടന്നുകൊണ്ട് പോകുമ്പോൾ അവന് മാതാപിതാക്കളുടെ വാക്കുകൾ ഓർമ്മ വന്നു. ഇവൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞിരുന്നെന്താ? इसमें उसका माता और पिता कहते थे कि नाव मत चलाना. नाव चलाने का अनुमति उसका माताजी और पिताजी नहीं देते थे. फिर भी उन्होंने नाव चलाया और नदी पर डूब गया. तो मनोज ने घर की ओर चलते चलते उसके माँ बाप की बातें याद आई. वो हमेशा कहते थे कि नाव चलाना मत. इस कहानी में आए जानवरों के नाम क्या क्या है? हाथी, भालू, लोमड़ी और हिरण. इस कहानी में जानवरों के नाम है हाथी, भालू, लोमड़ी, हिरण. और इसमें आए पेड़ों के नाम है कटहल और पीपल.